പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ലൈനിലുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹായ് വെക്കണമേ. ഞങ്ങളായിരിക്കുന്നത് ഒറീസയിലുള്ള ഗ്രഹാം സ്റ്റേൻ മരണപ്പെട്ട ചർച്ചിൻ്റെ മുൻപിലാണ്. ഈ സ്ഥലം മനോഹർപൂർ ആണ്. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷം. കാരണം പ്രിയ സഹോദരൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. 99 മുതൽ പഠിച്ചു. അവിടുത്തെ ആദ്യത്തെ ഓതറയിലുള്ള ക്യാമ്പസിൽ ഗ്രാജുവേഷൻ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അവിടെ വന്ന് പഠിച്ച പ്രിയ സഹോദരനെ കണ്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ആലയം ആദ്യം ഇതല്ലായിരുന്നു. ഈ മൺകട്ട വെച്ച് കെട്ടിയ ഇതിനകത്തായിരുന്നു ആരാധന. പിന്നെ അത് പൊളിഞ്ഞു പോയതിന് ശേഷം അവരിവിടെ പുതുക്കി പണിതതാണ്. ഇവിടെയാണ് ഈ ഗേറ്റിനും, അതായത് ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഗ്രഹാം സ്റ്റേൻ്റെ കാറ് അല്ലെങ്കിൽ ജീപ്പ് പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ വെച്ചാണ് തീയിടുവാനിടയായത് സുവിശേഷ വിരോധികളാൽ. പക്ഷേ ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള 500-ൽ പരം വിശ്വാസികൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള ചുറ്റുപാടുകൾ മുഴുവൻ, ഈ പ്രദേശം മുഴുവൻ അവർ യേശുവിനെ ആരാധിക്കുവാനിടയായി. ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്തതുകൊണ്ടോ സുവിശേഷം അവസാനിക്കുന്നില്ല. ഒരു വ്യക്തിയെ തീയിട്ടത് കൊണ്ടോ സുവിശേഷം അവസാനിക്കുന്നില്ല. ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അതിനെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. കാരണം 7 വയസ്സുള്ള ഒരു മകനും प्रेज़ द लॉर्ड। हम लोग केरला से आ रहे हैं, केरला बाइक्स पर प्रार्थना करने के लिए। अच्छा, ഇതെല്ലാം വിശ്വാസികളാണ് ഇവിടെ ഇരിക്കുന്ന. ठीक है, हमारा फ्रेंड्स को दिखाने के लिए, ठीक है, ഓക്കെ. ഇവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. നോക്കൂ, ഇവിടെ എത്ര മനോഹരമായ ചെറിയ വീടാണെങ്കിലും എല്ലാം തേച്ച് ചാണകമൊക്കെ തളിച്ച് നല്ല വൃത്തിയിൽ ദൈവജനം താമസിക്കുന്ന സ്ഥലത്തിന് പോലും ഒരു മാറ്റമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് അതാ ഇവിടെ ഈ സ്ഥലം കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു ദൈവദാസ്. ഇത് ഇവിടെ ഇതാ प्रेज़ द लॉर्ड पास्टर। हम लोग केरला से आ रहे, प्रार्थना करके ऑल इंडिया जा रहे। ये जगह में आ गया, आपको देखने के लिए बहुत खुशी हो गया। आप इधर का पास्टर ना? उधर और एक है। अच्छा, में था। हाँ पहले। हाँ अच्छा, कितना लोग इधर है? इधर तो गैदरिंग होता है 2-2.5 ऐसे 500 का बिल 500 बिल करते। अच्छा, ഇപ്പോൾ ഇതല്ലേ PG വർഗീസ് പണിത് കൊടുത്തേ? PG വർഗീസ് और ये पोल मोहन और ये कंट्रीब्यूशन किया था राजू के थॉमस। ये അതിനുശേഷം ഈ ചർച്ച് PG വർഗീസും വേറൊരു ദൈവദാസനും സ്പോൺസർ ചെയ്താണ്. മറ്റേ ദൈവദാസൻ മരണപ്പെട്ടതിന് ശേഷം നോക്കൂ, ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ ചെന്നാൽ ഒരു ഇരുളടഞ്ഞ അനുഭവമാണ്. എന്നാൽ ഇവിടെ ഒരു നല്ല ഒരു പ്രകാശം, അല്ലെങ്കിൽ ഒരു നല്ല എല്ലാം ക്ലീനായി ദൈവമക്കൾ താമസിക്കുന്ന സ്ഥലമൊക്കെയും നല്ല അതിമനോഹരമായി സൂക്ഷിക്കുന്നു. ഇത് ദൈവദാസൻ PG വർഗീസും ഒരു മോഹൻ എന്ന് പറയുന്ന കൃത്യമായിട്ട് അത് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ആലയം ദൈവം കൊടുത്തു, ഇവിടെ കാണുവാൻ കഴിയുന്നു. ഒരല്പം പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉള്ള ഞങ്ങളെ വഴി കാണിക്കുവാൻ വന്ന ഒരു ദൈവദാസനാണ്. कन्वेंशन ओके। हर साल जनवरी 21, 22, 23 3 दिन 3000 आदमी लोग इधर गैदरिंग होता है. ഇവിടെ കൺവെൻഷൻ നടക്കുന്ന ഒരു ഗ്രൗണ്ടുമാണ്. എല്ലാ വർഷവും ഉണ്ട്, പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഈ വർഷമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളെ കാണുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, വർഗീസ് ചെറിയാൻ പാസ്റ്ററെ, ഞങ്ങൾ ഈ സ്ഥലത്ത് ഒന്ന് എത്തി. പ്രൈസ് ലോർഡ്.
ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. പ്രിയ ദേവദാസൻ മരണപ്പെട്ട ആലയത്തിൻ്റെ മുൻപിലും തൊട്ട് പുറകിൽ കാണുന്നത് അതിനുശേഷം പണിതു കൊടുത്ത ചർച്ച് വന്ന് കാണുവാനിടയായി ദൈവത്തിൻ്റെ നീതിയുടെ വലിയ കരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു അഭിഷക്തനെ കണ്ടു. ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു അറിയാം, ആപ്കോ മാലുമേ, അറിയാമല്ലോ. ഈ ദൈവദാസനെ കാണുവാൻ ഞങ്ങൾക്ക് ഇടയായി. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. യാത്രകളിലെല്ലാം ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വരാൻ വളരെ പാടുപെട്ടു. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറിപ്പോയി. അവിടെ വഴി അടഞ്ഞു. പക്ഷേ ഞങ്ങൾ ഗൂഗിൾ അങ്ങോട്ടാണ് എത്തിച്ചത്. ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു വരിക ചെയ്തു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ നീതിയുടെ കരം ഈ ദേശത്ത് തുടർന്നും. ഇത് മാത്രമല്ല, പുതിയ പുതിയ വ്യക്തികൾ കർത്താവിനെ അറിയുവാൻ, ചില നല്ല അഭിഷക്തന്മാർ ഇവിടുന്ന് എഴുന്നേൽക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് അഭയാചന കഴിക്കുകയാണ്. ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മേ ഗോഡ് ബ്ലസ് യു.